സിനിമാ രംഗത്ത് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് നൽകുന്ന ഒരു അവാർഡാണ് ഓസ്കാർ അവാർഡ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ഈ ഓസ്കാർ അവാർഡ് കൊടുക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസം ആ വർഷം ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് നൽകുന്ന ഒരു ആക്ഷേപ അവാർഡുണ്ട്. ആ അവാർഡിന്റെ പേരാണ് ഗോൾഡൻ റാസ്പെറി അവാർഡ് അഥവാ റൈസസ് അവാർഡ് എന്നും പറയാറുണ്ട്. അതായത് മോശം പ്രകടനത്തിന് കാഴ്ചവെക്കുന്നത് ഈ ഗോൾഡൻ റാസ്പെറി അവാർഡ്. അതുപോലെ മികച്ച പ്രകടനത്തിന് നൽകുന്ന അവാർഡാണ് ഓസ്കാർ അവാർഡ്. 2010 ഓൾ അബൌട്ട് സ്റ്റീവ്സ് എന്ന ചലച്ചിത്രത്തിന് അഭിനയിച്ചതിൽ സാന്ദ്ര ബുള്ളോക്ക് എന്ന് പറയുന്ന ആക്ട്രസിന് ഈ ഗോൾഡൻ റാസ്പെറി അവാർഡ് ലഭിക്കുകയുണ്ടായി. അതേ സാന്ദ്ര ബുള്ളോക്കിന് അതേ വർഷം ദ ബ്ലൈൻഡ് സൈഡ് എന്ന ചലച്ചിത്രത്തിൽ അഭിനയിച്ചതിന് ഏറ്റവും മികച്ച പ്രകടനത്തിന് ഓസ്കാർ അവാർഡും തൊട്ടടുത്ത ദിവസം ലഭിക്കുകയുണ്ടായി. 2 അവാർഡുകൾ 2 ദിവസമായിട്ട് കിട്ടി. ഒന്നാമത്തെ അവാർഡ് ഇതാണ്, ഏറ്റവും മോശം പ്രകടനത്തിനുള്ള ആക്ഷേപ അവാർഡായ ഗോൾഡൻ റാസ്പെറി അവാർഡും തൊട്ടടുത്ത ദിവസം ഏറ്റവും മികച്ച പ്രകടനത്തിനുള്ള അവാർഡായ ഓസ്കാർ അവാർഡും ലഭിച്ചു. ഈ 2 അവാർഡുകളും കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ സാന്ദ്ര ബുള്ളോക്ക് പറഞ്ഞു അത്രേ, ശ്രമിച്ചാൽ നമുക്ക് ഏറ്റവും മികച്ചതാകുവാനും അലസത കാട്ടിയാൽ ഏറ്റവും മോശമാകുവാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഒന്നുകൂടി പറയട്ടെ, ശ്രമിച്ചാൽ നമുക്ക് ഏറ്റവും മികച്ചതാകുവാനും അലസത കാട്ടിയാൽ ഏറ്റവും മോശമാകുവാനും നമുക്ക് സാധിക്കും. അതിന് തെളിവാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ 2 അവാർഡുകളും. നമ്മുടെയും ജീവിതത്തിൽ ശ്രമിച്ചാൽ ഏറ്റവും മികച്ചതിൽ എത്തിച്ചേരുവാനും അലസത കാട്ടിയാൽ മോശമാകുവാനും നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ചതിലേക്ക് എത്തിച്ചേരുവാൻ സാന്ദ്ര ബുള്ളോക്കിന്റെ ഈ വാക്കുകൾ നമ്മെ എന്നും പ്രചോദിപ്പിക്കട്ടെ. താങ്ക് യു.